ഗുരുവാണി. സകലേശ്വരണം. ജീവകാരുണ്യമാണ് മനുഷ്യന് കൈവരിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഗുണം. അതുതന്നെ ദിവ്യഗുണം. സർവചരാചരങ്ങളോടുമുള്ള ഈ കരുണയും ആദരവുമാണ് ഒരാളെ നിസ്വാർത്ഥനും വിനയാന്വിതനുമാക്കുന്നത്. ആ അവസ്ഥയിൽ അയാൾക്കുണ്ടാവുന്ന ശാന്തിയും അതിൻ്റെ ഗഹനതയിൽ അയാൾക്ക് അനുഭവപ്പെടുന്ന വിസ്മയവുമാണ് മഹാമനുഷ്യകളെ സംബന്ധിച്ചോളം ഭക്തിരസം. സകലേശ്വരൻ. ഇന്നത്തെ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് ഡോക്ടർ മുരളീധരൻ എം, അഡീഷണൽ കോർഡിനേറ്റർ, വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം, കണ്ണൂർ ജില്ല. സ്വാഗത ഭാഷണത്തിനായി ഡോക്ടർ മുരളീധരനെ ആദരപൂർവം ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. കാരുണ്യസ്വരൂപനായ എൻ്റെ ഗുരുവേ, അഭിവന്ദ്യ ശിഷ്യഭീലൻ, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീമതി ആമിന മാളിയേക്കൽ, ചെയർപേഴ്സൺ തലശ്ശേരി നഗരസഭ, മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി MLA ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർ, ശ്രീ PP ഖാലിദ്, കൗൺസിലർ തലശ്ശേരി നഗരസഭ, ശ്രീ EK ഗോപിനാഥ്, കൗൺസിലർ തലശ്ശേരി നഗരസഭ, ശ്രീ UV ഖാലിദ്, പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി, ആദരണീയായ സന്യാസിമാരെ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ആത്മബന്ധുക്കളെ, നാട്ടുകാരെ, ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കീഴിലുള്ള ഒരു ആയുർവേദ സിദ്ധ ഹോസ്പിറ്റൽ ചെറുക്കരയിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം അല്ലെങ്കിൽ സിദ്ധ ചികിത്സയുടെ പ്രാധാന്യം വളരെ കൂടുതൽ ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈയിടെ അടുത്ത നടന്ന ലോകകപ്പ് മത്സരങ്ങളിൽ പരിക്കേറ്റ നെയ്മർ പോലെയുള്ള പ്രധാന കളിക്കാരൻ്റെ കാര്യത്തിൽ പോലും ആ പരിക്ക് ഭേദപ്പെടുത്തുവാൻ ആയുർവേദത്തെയാണ് നല്ലത് എന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയം കൂടിയാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം ആയുർവേദ സിദ്ധ വൈദ്യത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നദാനം, ആതുര സേവനം, ആത്മബോധനം, ഇതാണ് ശാന്തിഗിരിയുടെ മുഖമുദ്ര. ഇതുകൂടാതെ കാരുണ്യം ആരോഗ്യ പദ്ധതി, അതുപോലെ നിർധനരായ പെൺകുട്ടികൾക്കുള്ള സഹായധനം ഉത്തരശ്രീ പദ്ധതി, അതുപോലെ ഗുരുവിൻ്റെ ഗ്രാമമായ ചന്ദ്രൂർ ഗ്രാമം ആയുർവേദ സിദ്ധ ഗ്രാമമായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ശാന്തിഗിരി ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. 12 വർഷം നടുവേദന എടുത്ത് കിടന്ന എന്നെ കേവലം 12 തുള്ളി മരുന്ന് കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് ചെറിയ വൈദ്യനാമാണ്ടം തിരുനാരായണ നമ്പൂതിരിപ്പാട് പോലും പറഞ്ഞ് അസുഖം മാറില്ല എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ ആ അസുഖത്തെ കേവലം ഒറ്റ വർഷം കൊണ്ട് മാറ്റിയ ഒരനുഭവം. ആ അനുഭവം മാത്രം മതി എനിക്ക് ജീവിതത്തിൽ മുഴുവൻ ഓർമ്മിക്കാൻ ആയുർവേദത്തെ പറ്റി. ഈയിടെ ആശ്രമത്തിൽ ഞാൻ പോവുകയുണ്ടായപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഡോക്ടർ റാണ പ്രതാപ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ
വയറ്റിൽ അസുഖം ഉണ്ടായിട്ടാണ് കാണിച്ചത്, ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ അവിടെ സ്വാമി പറഞ്ഞു, സ്വാമി ഒരു ഡോക്ടർ, ഒരു സിദ്ധ പഠിച്ച 4-5 വർഷം സിദ്ധ പഠിച്ച് പാസ്സായ ഒരു ഡോക്ടറെയാണ് കാണിച്ചത്. അദ്ദേഹം 5 മിനിറ്റ് സമയം ഈ ഡോക്ടർ അദ്ദേഹത്തിന്റെ നാഡി പിടിച്ചു നിന്നു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു കാര്യം ഇതായിരുന്നു, നിങ്ങളുടെ ലിവർ ഫാറ്റി ലിവറാണ് എന്ന് തോന്നുന്നു സാർ, ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യുന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞു. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഗുരു പറഞ്ഞത് ഒരു നവ ആരോഗ്യ സിദ്ധാന്തമാണ്. സ്കാനിങ്ങിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൾട്രാസൗണ്ടോ MRIയുടെയോ സഹായമില്ലാതെ ഒരു ജീവനിലുള്ള കുഴപ്പം എന്താണെന്ന് കണ്ട് ആ ജീവനിലുള്ള കുഴപ്പത്തെ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ കുഴപ്പങ്ങൾ മാറുകയുള്ളൂ എന്ന് ഗുരു മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സിദ്ധാന്തത്തിൽ ഊന്നിക്കൊണ്ട് ഒരു പേഷ്യന്റിനെ ആ പേഷ്യന്റ് ജീവനെ കണ്ട് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആയുർവേദവും സിദ്ധയും. അതുകൊണ്ട് തന്നെയാണ് പഴയ അഷ്ടാംഗ ഹൃദയത്തിൽ പൂർവജന്മകൃതം പാവം വ്യാധിരൂപേണ ചായത എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു ഉദ്ദേശം ഈ പ്രവർത്തനങ്ങൾക്ക്, അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആയുർവേദ മേഖലയിലായാലും ചികിത്സാ സമ്പ്രദായത്തിലായാലും ഏതിലായാലും ആശ്രമത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ ഒരു പുരോഗതി മാത്രമല്ല. ഈ ഒരു ആശയത്തെ, അതായത് ഗുരുവിന്റെ സമ്പൂർണ്ണമായ ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജീവനിലെ കുറവുകളെ കണ്ടുകൊണ്ട് ചികിത്സ ചെയ്യുന്ന ഒരു സമ്പ്രദായം, ആ സമ്പ്രദായത്തെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി പറയാം, സമ്പൂർണനായ ഒരു ഗുരു പല മഹാത്മാക്കൾക്കും പറ്റിയ ഒരു പോരായ്മ നമ്മുടെ പ്രസ്ഥാനത്തിനില്ല എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പല മഹാത്മാക്കൾക്കും അവരോളം ഉയർന്ന ആത്മീയമായിട്ടുള്ള ശിഷ്യന്മാരില്ലാത്ത പോയതാണ് ആ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലവും പൂർണ്ണനായ ഒരു ഗുരു ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവാക്കായി നിൽക്കുന്നു. ആ ഒരു കാര്യത്തെ, ഈ ഗുരുവിന്റെ ഈ ഒരു കാരുണ്യത്തെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. ആ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീമതി ആമിന മാളിയേക്കലാണ്. ശ്രീ ചെയർപേഴ്സണെ ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും തിരക്കുകൾക്കിടയിൽ ഇവിടെ വരാൻ കാണിച്ച സന്മാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ഈ വേദിയിലേക്ക് ഗുരുനാമത്തിൽ എല്ലാവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ കർക്കിടക ചികിത്സ ആചരണം സംസ്ഥാന ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ MLA, അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ പരിചയപ്പെടുത്തുന്നല്ല, ഒരു സാഹസത്തിന് മുതിരുന്നേയില്ല. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർക്കിടക വിശേഷ ചികിത്സയെക്കുറിച്ച് ലഘുവിനം നടക്കുന്ന ശ്രീ ജിസ്ന ജോസഫ്, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ആശ്രമത്തിന്റെ ഇൻചാർജ് സ്വാമി ജനപുഷ്പജ്ഞാന തപസ്യയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മഹനീയ സാന്നിധ്യം സ്വാമി ജനതീർത്ഥൻ ജ്ഞാനതപസി, ഹ്യൂമൻ റിസോഴ്സ് ശാന്തിഗിരി ആശ്രമം, സ്വാമിയെ ഞാൻ ഈ വേദിയിലേക്ക് ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീമതി TN സുക്കന, അവര് വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ശ്രീ PP ഖാലിദ്,
കൗൺസിലർ നഗരസഭാ ചെയർപേഴ്സൺ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നഗരസഭ കൗൺസിലർ ശ്രീ E.K. ഗോപിനാഥ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും വരികയും വളരെ സൗമനസ്സം കാണിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ശ്രീ UB പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും ആത്മബന്ധുക്കളെയും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രസ് മീഡിയ പ്രവർത്തകരെയും ഇവിടെയുള്ള സ്റ്റാഫിനെയും ഡോക്ടർമാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഒരുപാട് സമർപ്പിക്കുന്നു. സദ്ഗുരുശം. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഈ നഗരസഭയുടെ ചെയർപേഴ്സണായ ശ്രീമതി ആമിന മാളിയേക്കലാണ്. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അരപ്പതിറ്റാണ്ടുകളിൽ കേറെ കാലം